ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹെസ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് 4 സെലിബ്രേറ്റ് ചെയ്യുന്നതാണിത്, ബർത്ത്ഡേ സെലിബ്രേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പിന്നെ കുറേ ഇഷ്യൂസൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് ഒന്നും വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിപ്പോൾ ഗിഫ്റ്റൊക്കെ തരലായിരുന്നു. അങ്ങനെ കുറേ ഗിഫ്റ്റ് കിട്ടി. ഭയങ്കര ആഘോഷമായിട്ടായിരുന്നു നടത്തിയിരുന്നത്. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നെയ്ബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ ഗിഫ്റ്റൊക്കെ വെച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടില്ല. എൻ്റെ മമ്മിയും ഡാഡിയും കൂടിയും എനിക്ക് 11 ഗിഫ്റ്റാണ് തന്നത്, 11 വയസ്സായ സ്ഥിതിക്ക്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞാൻ ഡാൻസാണ് ടി വിയിൽ കണക്ട് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഡാൻസ് കണ്ട്. പിന്നെ ഇത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു ഐറ്റമാണ് ഈ ഒരു ഞാൻ വാങ്ങിച്ചിട്ടില്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ആ ഒരു റിംഗ് ലൈറ്റ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച. പിന്നെ ഈ ഒരു മേക്കപ്പ് ബാഗ്, ആ ഒരു സ്റ്റിക്കർ, കവാലി സ്റ്റിക്കറാണ്, അതും ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ്. എല്ലാം ഞാൻ ആഗ്രഹിച്ചതൊക്കെയാണ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയത്. പിന്നെ പെയിൻറ് കിട്ടി, ബ്രഷ് കിട്ടി, പിന്നെ ഡ്രോയിങ് ബുക്ക് കിട്ടി. ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ്. അവളെനിക്കൊരു മാല, പിന്നെ മാല അവൾ ഹോം മെയ്ഡാക്കി ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സും, പിന്നെ അതുകൂടാതെ പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയ അവളുടെ കുറേ ആർട്ട് വർക്കും, പിന്നെ എൻ്റെ അനിയനൊരു സ്പൈഡർമാനും കൊടുത്തു. പിന്നെ ഇത് എനിക്ക് ഡ്രസ്സായിരുന്നു. ഇത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ്. സത്യം പറഞ്ഞൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ അതേ ഇങ്ങനെ കുറേ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. എല്ലാം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേരും, പിന്നെ ഒരെണ്ണമുണ്ട്, അവൾ ഫാത്തിമ നസ്രിൻ എന്നാണ്. അവൾ എൻ്റെ മദർസയിലും സ്കൂളിലും പഠിക്കുന്നതാണ്. അപ്പോൾ അവൾ സ്കൂൾ മാറി, അതുകൊണ്ട് ഭയങ്കര സാഡായിരുന്നു ഞാൻ. അപ്പോൾ അവളെയും കൂടി ബർത്ത്ഡേ സെലിബ്രേഷന് വിളിച്ചപ്പോൾ അവൾക്കടെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഗിഫ്റ്റ് ഉണ്ട്. ഒക്കെ കൂടി പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ പൂഞ്ഞ പേപ്പർ, മറ്റേ ബർത്ത്ഡേ ഇതിൻ്റെയൊക്കെ പേപ്പറൊക്കെ കൊണ്ടുവന്ന് അറിഞ്ഞു. പിന്നെ ഐസത്തിനാണെങ്കിൽ ഡ്രസ്സാണ്, കുറേ ഡ്രസ്സ് ഐസത്തിന് കിട്ടി. പിന്നെ കുറേ മിഠായി, ഡെയറി മിൽക്ക്, അങ്ങനെ കുറേ കിട്ടി. അപ്പോൾ തന്നെ ഞാനത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒക്കെ അലങ്കോലമായിട്ട് കിടക്കണം. ഇനി അതൊക്കെ അടിച്ചൊരു കളയും ഞാനല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്. അപ്പോൾ ഇത് ഫ്രണ്ട്സിനൊപ്പം ലഞ്ച് കഴിക്കാനായിട്ട്